നൂറ്റാണ്ടുകളായി പശ്ചിമേഷ്യൻ രാഷ്ട്രീയം ലോകശക്തികളുടെ പരീക്ഷണശാലയാണ്. എന്നാൽ സമീപകാലത്ത് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയൊരു തലത്തിലേക്ക് വളരുമ്പോൾ അത് കേവലം പ്രാദേശികമായ ഒരു പോരാട്ടത്തിനപ്പുറം ആഗോള തലത്തിലുള്ള ചേരിതിരിവുകളെയാണ് അടയാളപ്പെടുത്തുന്നത്. ഇറാന്റെ സൈനിക ശേഷി തകർക്കപ്പെട്ടുവെന്ന് വാഷിംഗ്ടൺ അവകാശപ്പെടുമ്പോഴും തങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന ശക്തമായ സന്ദേശമാണ് ഇറാൻ ഇപ്പോൾ ലോകത്തിന് നൽകുന്നത്. റഷ്യയും ചൈനയും തങ്ങൾക്ക് സൈനികമായ പിന്തുണ നൽകുന്നുണ്ടെന്ന ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയുടെ വെളിപ്പെടുത്തൽ ആഗോള ഭൗമ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. ഈ സഖ്യം പശ്ചിമേഷ്യയിലെ യുദ്ധമുഖത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്നും ലോക സാമ്പത്തിക ക്രമത്തെ എങ്ങനെ ബാധിക്കുമെന്നും ആഴത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാന മേഖലകളിലൊന്നായ പശ്ചിമേഷ്യയിൽ ഇറാൻ നേരിടുന്ന സമ്മർദ്ദം ചെറുതൊന്നുമല്ല. അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തുന്ന നീക്കങ്ങൾ ഇറാന്റെ സാമ്പത്തിക ഭദ്രതയെയും സൈനിക കരുത്തിനെയും തളർത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണ്. എന്നാൽ ഇക്കാലമത്രയും ഇറാൻ കെട്ടിപ്പടുത്ത പ്രതിരോധ സംവിധാനങ്ങൾ വെറും നിഴൽയുദ്ധങ്ങൾക്കപ്പുറം വലിയൊരു ആഗോള സഖ്യത്തിൻ്റെ തണലിലാണെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു. റഷ്യയുമായും ചൈനയുമായും തങ്ങൾക്കുള്ളത് വെറുമൊരു നയതന്ത്ര ബന്ധമല്ലെന്നും മറിച്ച് അത് സൈനിക സഹായങ്ങൾ ഉൾപ്പെടുന്ന തന്ത്രപ്രധാനമായ പങ്കാളിത്തമാണെന്നും അരക്ചി വ്യക്തമാക്കുന്നു. രാഷ്ട്രീയമായും സാമ്പത്തികമായും സൈനികമായും ഈ രാജ്യങ്ങൾ തങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ടെന്ന വെളിപ്പെടുത്തൽ വാഷിംഗ്ടണിൻ്റെ ഉപരോധങ്ങൾക്കും സൈനിക നീക്കങ്ങൾക്കും തിരിച്ചടിയാണ്. റഷ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ വലിയൊരു പരിണാമത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. യുക്രൈൻ യുദ്ധത്തിൽ റഷ്യ ഉപയോഗിച്ച ഷാഹേദ് ഡ്രോണുകൾ ഇറാന്റെ നിർമ്മാണ വൈദഗ്ധ്യത്തിന്റെ തെളിവായിരുന്നു. ഇതിന് പകരമെന്നോണം റഷ്യയിൽ നിന്ന് അത്യാധുനികമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും യുദ്ധവിമാനങ്ങളും ഇറാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അമേരിക്ക യുക്രൈന് നൽകുന്ന പിന്തുണയ്ക്കുള്ള മറുപടിയായി വ്ളാഡിമിർ പുടിൻ ഇറാനെ സഹായിക്കുന്നുണ്ടെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിരീക്ഷണം ഈ പശ്ചാത്തലത്തിൽ ഏറെ പ്രസക്തമാണ്. സൈനികമായ സാങ്കേതികവിദ്യ കൈമാറുന്നതിലൂടെ പശ്ചിമേഷ്യയിൽ ഇറാന്റെ സ്വാധീനം നിലനിർത്തുക എന്നത് റഷ്യയുടെ കൂടി ആവശ്യമായി മാറിയിരിക്കുന്നു. ഇന്റലിജൻസ് വിവരങ്ങൾ കൈമാറുന്നതിലൂടെ അമേരിക്കൻ സൈനിക നീക്കങ്ങളെ മുൻകൂട്ടി കാണാൻ ഇറാന് സാധിക്കുന്നുണ്ടെന്ന സെലൻസ്കിയുടെ ആരോപണവും ഈ സംശയങ്ങളെ ബലപ്പെടുത്തുന്നു. ചൈനയുമായുള്ള ബന്ധമാകട്ടെ ഇറാന് നൽകുന്നത് സാമ്പത്തികമായ ഒരു വലിയ കവചമാണ്. 2021 ഒപ്പുവച്ച 25 വർഷത്തെ തന്ത്രപ്രധാനമായ കരാർ ഇറാന്റെ എണ്ണ ഉൽപ്പാദന മേഖലയെയും അടിസ്ഥാന സൗകര്യ വികസനത്തെയും ലക്ഷ്യം വച്ചിട്ടുള്ളതാണ്. അമേരിക്കൻ ഉപരോധങ്ങൾക്കിടയിലും ഇറാന്റെ എണ്ണ വാങ്ങാൻ ചൈന തയ്യാറാകുന്നത് ഇറാന്റെ സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായി തകരാതിരിക്കാൻ സഹായിക്കുന്നു. സൈനിക അഭ്യാസങ്ങളിലും സാങ്കേതിക വിദ്യകളിലും ചൈന നൽകുന്ന രഹസ്യ പിന്തുണ ഇറാന് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ലോകത്തെ രണ്ടാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായ ചൈനയും ആണവായുധ ശക്തിയായ റഷ്യയും ഇറാന്റെ പിന്നിൽ അണിനിരക്കുമ്പോൾ പശ്ചിമേഷ്യയിലെ യുദ്ധം കേവലം പ്രാദേശികമായ ഒരു പോരാട്ടമായി അവശേഷിക്കില്ല എന്നത് ഉറപ്പാണ്. ഈ സംഘർഷം ലോകത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി. ലോകത്തെ എണ്ണക്കപ്പലുകളുടെ പ്രധാന സഞ്ചാര പാതയായ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ ആഗോള വിപണിയെ പിടിച്ചുലച്ചിരിക്കുകയാണ്. ശത്രുരാജ്യങ്ങളെന്ന് തങ്ങൾ കരുതുന്ന അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും കപ്പലുകൾക്ക് മാത്രമാണ് തങ്ങൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് ഇറാൻ പറയുമ്പോഴും ഇത് പരോക്ഷമായി ആഗോള എണ്ണവിലയെ ബാധിക്കുന്നുണ്ട്. എണ്ണവില ബാരലിന് $100 മുകളിൽ എത്തിയത് സാധാരണക്കാരുടെ ജീവിതത്തെ പോലും ബാധിക്കുന്ന സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. ഊർജ്ജ വിതരണ ശൃംഖലയുടെ താക്കോൽ കൈവശം വെച്ചിരിക്കുന്ന ഇറാൻ ആയുധത്തേക്കാൾ വലിയൊരു വിലപേശൽ ഉപാധിയായാണ് ഹോർമൂസ് കടലിടുക്കിനെ ഉപയോഗിക്കുന്നത്. ഇറാന്റെ സൈനിക ശേഷി കുറഞ്ഞുവെന്ന അമേരിക്കൻ അവകാശവാദങ്ങളെ തള്ളിക്കളയാൻ ഇറാൻ പുറത്തുവിടുന്ന ഈ വിവരങ്ങൾ സഹായിക്കുന്നു. അത്യാധുനിക മിസൈൽ സാങ്കേതിക വിദ്യയും ഡ്രോൺ നിർമ്മാണവും ഇറാനെ പശ്ചിമേഷ്യയിലെ ഒരു അനിഷേധ്യ ശക്തിയാക്കി മാറ്റിയിട്ടുണ്ട്. ഇസ്രയേലിൻ്റെ ഏത് ആക്രമണത്തെയും പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും തങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ ആവർത്തിക്കുന്നത് മോസ്കോയുടെയും ബെയ്ജിങ്ങിൻ്റെയും ഉറച്ച പിന്തുണ ഉള്ളതുകൊണ്ടാണ്. അമേരിക്കയുടെ ഉപരോധങ്ങൾ ഇറാനെ തളർത്തുന്നതിന് പകരം പുതിയൊരു കിഴക്കൻ സഖ്യം രൂപപ്പെടുന്നതിനാണ് വഴിതെളിച്ചത് എന്ന് വിലയിരുത്തപ്പെടുന്നു. ഇത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ആഗോളാധിപത്യത്തിന് വെല്ലുവിളിയാകുന്ന പുതിയൊരു ശീതയുദ്ധ അന്തരീക്ഷമാണ് പശ്ചിമേഷ്യയിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇറാന്റെ ഈ പുതിയ സഖ്യം മിഡിൽ ഈസ്റ്റിലെ സമാധാന ശ്രമങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നത് ഗൗരവകരമായ ചോദ്യമാണ്. സഖ്യകക്ഷികളുടെ പിന്തുണയോടെ ഇറാൻ കൂടുതൽ കരുത്തുറ്റ നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ ഇസ്രയേലും അമേരിക്കയും തങ്ങളുടെ പ്രതിരോധ തന്ത്രങ്ങൾ മാറാൻ നിർബന്ധിതരാകും. ഇത് മേഖലയിൽ കൂടുതൽ വലിയൊരു സൈനിക ഏറ്റുമുട്ടലിലേക്ക് നയിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. എന്നാൽ മറുഭാഗത്ത് റഷ്യയുടെയും ചൈനയുടെയും ഇടപെടൽ സംഘർഷത്തെ ഒരു പരിധിക്കപ്പുറം വളരാൻ അനുവദിക്കില്ലെന്ന ശുഭപ്രതീക്ഷയും ചില നിരീക്ഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. വലിയൊരു ആഗോള വിനാശം തടയാൻ തങ്ങളുടെ സ്വാധീനം ഈ രാജ്യങ്ങൾ ഉപയോഗിക്കുമോ എന്നതാണ് ലോകമിപ്പോൾ ഉറ്റുനോക്കുന്നത്. ചുരുക്കത്തിൽ ഇറാന്റെ സൈനിക പിന്തുണയെക്കുറിച്ചുള്ള സ്ഥിരീകരണം കേവലം ഒരു വാർത്തയല്ല, മറിച്ച് മാറുന്ന ലോകക്രമത്തിൻ്റെ സൂചനയാണ്.
പശ്ചിമേഷ്യൻ മണ്ണിൽ പെയ്യുന്ന വെടിയുണ്ടകൾക്ക് പിന്നിൽ ആഗോള ശക്തികളുടെ വലിയൊരു ചതുരംഗ കളിയുണ്ട്. എണ്ണവിലയിലെ മാറ്റങ്ങളും വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും ഓരോ മനുഷ്യനെയും ബാധിക്കുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു. ഇസ്രയേൽ ഇറാൻ സംഘർഷം ഒരു ബഹുമുഖ പോരാട്ടമായി മാറുമ്പോൾ ലോകം കൂടുതൽ സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്കാണ് നീങ്ങുന്നത്. നയതന്ത്രപരമായ നീക്കങ്ങളിലൂടെയും അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടലുകളിലൂടെയും ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണേണ്ടത് ലോക സമാധാനത്തിന് അത്യന്താപേക്ഷിതമാണ്. വരും നാളുകളിൽ ഇറാൻ, റഷ്യ, ചൈന അച്ചുതണ്ട് എങ്ങനെ പ്രവർത്തിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും പശ്ചിമേഷ്യയുടെയും ലോകത്തിൻ്റെയും ഭാവി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.